ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു കേക്ക് ആക്കാനാണ്. അതായത് ന്യൂ ഇയർ അല്ലേ, ഞാൻ ആദ്യം കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് കുറേ ആയി ആക്കാതെ, അപ്പോൾ ഒന്ന് ആക്കളയാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുക്കിംഗ് വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ കുക്കിംഗ് വീഡിയോ അല്ല, ന്യൂ ഇയർ പരിപാടികളും കേക്ക് ഉണ്ടാക്കലും എല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ടിടാന്ന് വിചാരിച്ചു. അപ്പോൾ ന്യൂ ഇയർ പരിപാടി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ചിലപ്പോൾ ഒരു കേക്ക് മുറി ഇത് മാറ്റി വെച്ച് തിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിക്കും ഇന്ന് നമുക്ക് ന്യൂ ഇയർ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ചില സാങ്കേതിക പ്രശ്നം കൊണ്ടത് മാറ്റി വെച്ച്, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്താ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ കൊറോണ സമയത്ത് കേക്ക് ഉണ്ടാക്കാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഇനി ആരും ഉണ്ടാവില്ല. അത് നടക്കാരും ഞാൻ എൻ്റെ രീതിയിൽ, ഞാൻ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ രീതിയിൽ കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എല്ലാം നമ്മുടെ വീട്ടിലുള്ളതെന്നല്ല, നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ വിപ്പിംഗ് ക്രീം മാത്രം പുറത്തുനിന്ന് വാങ്ങിയിട്ടു. പിന്നെ ബേക്കിംഗ് പൗഡർ അതും പുറത്തുനിന്ന് വാങ്ങിക്കും. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. എസെൻസൊക്കെ എല്ലാവരുടെ കയ്യിൽ കോമൺ ആയിട്ട് പായസം വെക്കാനൊക്കെ എല്ലാ വീട്ടിലുള്ള സജീവമാണല്ലോ. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ സാധനങ്ങളെല്ലാം കൊണ്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതല്ല നല്ല വെറൈറ്റി പ്ലേറ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. വീട്ടിൽ സാധാരണയുള്ള പ്ലേറ്റുകളെല്ലാം. അപ്പോൾ ആദ്യം മൈദ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിൽ ചെറിയ ചെറിയ എന്താ പറയണ്ടേ പൊടികൾ നന്നായി നൈസായിട്ട് പൊടിയും. അപ്പോൾ ഈ പൊടിയുടെ കൂടെ ഒരു സാധനങ്ങളും കൂടി ഇടാനുണ്ട്, ഞാൻ വിട്ടുപോയതാണ് പറയാൻ. കുറച്ച് എന്താ പറയണ്ടേ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. എന്നിട്ട് അരിക്കണം കേട്ടോ. ഞാനത് മറന്നുപോയി, കുറേ ആയി ഉണ്ടാക്കാത്ത കേക്ക്, അതുകൊണ്ട് ഒരു മറവി. അപ്പോൾ ഇതൊക്കെ വെച്ച് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്താൽ പൊടി നല്ല ഫൈനായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ പൊടിയായി അരിച്ച് വെച്ച പൊടി നമ്മളൊന്ന് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാൻ 1 കിലോൻ്റെ കേക്കാണ് ഉദ്ദേശിക്കുന്നത് ആക്കാൻ. അപ്പം 4 മുട്ട വേണം. അപ്പം 4 മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലിടുക. ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഇതല്ല, അത് എവിടെയോ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വെറൈറ്റി പാത്രങ്ങളൊന്നുമില്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കുക. 4 മുട്ട പൊട്ടിച്ചിട്ട് ഇടുക. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് പ്രോസസ്സ് തുടങ്ങേണ്ടത്. അതായത് ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതിലാണ് കേക്കിൻ്റെ എന്താ പറയുക, കേക്ക് പൊങ്ങുന്നതിൻ്റെ കണക്ക്. മുട്ട എത്ര നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നോ അത്രയും കേക്ക് പൊങ്ങും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ മെയിൻ ഘടകമാണിത്. അതെല്ലാവർക്കും അറിയാം. ഞാനീ പറയുന്ന കേട്ടിട്ട് എല്ലാവരും വെക്ക് വേർപ്പണിയില്ലേ. അപ്പോൾ അതിലിടക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാരയുണ്ട്. 1 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് എന്താ പറയുക ഫുള്ളായിട്ട് ബീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ അത് ബീറ്റ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. പിന്നെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റേജ് എത്തും. ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പഞ്ചസാര ഇടാം. അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഞാൻ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ അത് ഈ ഒരു അവസ്ഥയിൽ ഏകദേശം എത്തും. ഇതിലും കുറച്ചും കൂടെ കട്ട് ചെയ്യാനേ നല്ലത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ പഞ്ചസാര ഇടാം. അതായത് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. കാരണം എന്താ കണ്ട ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ഇതായി നിൽക്കുന്നുണ്ടോ. ഈ ഒരു അവസ്ഥയിൽ പഞ്ചസാര പൊടിച്ചിട്ട് ഫുള്ള് ഒരുമിച്ചിടരുത്, കുറച്ചായിട്ട് ഇടും. ഒരു 3 തവണയായിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ കുറച്ചായിട്ട് ഇടുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക. അത് മിക്സ് ആയി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇടുക. അങ്ങനെ 3 തവണയായിട്ട് ഇടുക. നന്നായിട്ട് പഞ്ചസാര മിക്സ് ആയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ എസെൻസ് ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ ആയതുകൊണ്ടാണ് 2 ഒഴിക്കുന്നത്. 1 ടീസ്പൂൺ ഞാൻ പൈനാപ്പിൾ എസെൻസാണ് എടുക്കുന്നത്. നമുക്ക് ഏത് എസെൻസ് വേണമെങ്കിലും എടുക്കാം. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ എടുത്തത്, ഞാൻ മുന്നേ ആക്കിയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അത് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് നല്ലോണം
ഒന്ന് പതഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മൈദ അരിച്ച് വെച്ച മൈദ ഇടേണ്ടത്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പം മൈദ ഇടാൻ പോകുന്നത്. കാരണം ഇങ്ങനെ എന്താ പറയണ്ടത്, നല്ലോണം പതഞ്ഞ് പൊങ്ങണം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഒരു അലൂമിനിയം കോയിലും കൂടെ അതിനകത്ത് ഇടുന്നുണ്ട്. ആ അലൂമിനിയം കോയിലിൻ്റെ അകത്ത് ഞാൻ പശുവിൻ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ എന്ത് വേണ്ടിക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ വീട്ടിലേക്ക് ആക്കുന്നതുകൊണ്ട് വലിയ ഇതിലൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അത് അവിടെ ചൂടാക്കാൻ വെക്കണം. ആ പാത്രം നന്നായി ചൂടാവണം. അപ്പോഴേക്ക് നമുക്ക് മൈദ ഇട്ടിട്ട് അടിക്കുക. മൈദ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ലോ സ്പീഡിൽ മാത്രമേ അടിക്കാവൂ. അല്ലെങ്കിൽ പിന്നെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താലും മതി. ഞാൻ പിന്നെ വീട്ടിലോണ്ട് തന്നെ ചെയ്യാറ്. പിന്നെ മൈദ ഇങ്ങനെ ഒരുമിച്ച് ഇടരുത്. പഞ്ചസാര ഇട്ട പോലെ തന്നെ 3 ഘട്ടമായിട്ട് ഇട്ട് മിക്സ് ചെയ്ത്, ഒരു ഘട്ടം മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ 3 ഘട്ടമായിട്ട് ഇടാവും. അപ്പോൾ കണ്ടോ, മോനും ഈ ബീറ്ററിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവന് ഓടി വരും. അവന് ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ അവനും കൂടെ കൂടിയിട്ടുണ്ട്. ഓൺ ചെയ്യുന്നതും ഓഫാക്കുന്നതും അവനാണ്. അപ്പോൾ ഇത് ലോ സ്പീഡിലേ ചെയ്യാവേ. മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്നത് ബീറ്ററിലെ ഏറ്റവും ഫാസ്റ്റ് സെക്ഷനിൽ, അതായത് 3rd സ്റ്റെപ്പ് ഇതിൽ സ്പീഡിലാണ്. എൻ്റെ കയ്യിൽ 1 2 3 3rd സ്റ്റെപ്പ് വരെ ഉള്ളത്. ഞാൻ 3യിലാണ് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യൽ. മൈദ ഇട്ട് കഴിഞ്ഞാൽ അത് 1ലേ ബീറ്റ് ചെയ്യാവും. ഇതിപ്പം പാത്രം നന്നായി ചൂടായി. അപ്പോൾ ഞാൻ പാത്രം വെക്കുന്നതിൻ്റെ അടിയിൽ ഒരു നിങ്ങൾ പണ്ടത്തെ ദോശക്കല്ലോ അല്ലെങ്കിൽ ഇതുപോലത്തെ മൂടിയോ വെച്ചിട്ട് വെക്കാം. അതിൻ്റെ മുകളിൽ പാത്രം വെക്കുന്നത് നല്ലത്. കാരണം ഡയറക്റ്റ് നമുക്ക് എന്താ പറയണ്ടത്, തീൻ്റെ ചൂട് തട്ടുമ്പോൾ കേക്ക് വേഗം എന്താ പറയുക ഇതായിപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അടി. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടയ്ക്കും ഒരേ ഫ്ലെയിമിൽ ചൂട് കിട്ടും, ഒരേ ഇതിൽ ചൂട് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു സ്ഥലം മാത്രം എവിടെയാണോ നന്നായിട്ട് തീ എത്തുന്നത് അവിടെ മാത്രം നന്നായിട്ട് പൊങ്ങും. അങ്ങനെ ഒരു പ്രശ്നം വരും. ഇതാകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടോ ഫുൾ ഇതും ബാറ്ററും അതിൻ്റെ അകത്തൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ടാപ്പ് ചെയ്യുക. എന്നാലേ അതിൻ്റെ ബബിൾസ് പോകണം. അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ടാപ്പ് ചെയ്തില്ലെങ്കിൽ ആ ബബിൾസ് ഉണ്ടാവും ഉള്ളിൽ. അപ്പോൾ ആ ബബിൾസ് എടുക്കാൻ ഓട്ട പോലെയായിരിക്കും കേക്ക് ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബബിൾസൊക്കെ വന്ന് പൊട്ടും. ഞാൻ ആദ്യം ടാപ്പ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും 1-2 ബബിൾസ് പൊട്ടിതാകുന്നത്. അപ്പോൾ അതിന് ശേഷം വെക്കുക. പിന്നെ നമ്മൾ തുറക്കാൻ പാടില്ല. ചിലവർ കുക്കറിലാക്കുന്നവരുണ്ട്. കുക്കറിലാക്കുന്നതെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലാക്കുമ്പോൾ മുകളിൽ ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും സാധനം എടുത്ത് വെക്കണം. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണം. ഏറ്റവും ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റിൽ വെക്കണം. 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കുക. 1/4 മണിക്കൂർ 20 മിനിറ്റ്. അത് നിങ്ങളെ സ്റ്റൗവിൻ്റെ ചൂടിൻ്റെ ഇത് വരും കണക്കാണ്. മാക്സിമം 10 മിനിറ്റ് വെച്ചിട്ട് നോക്കുന്നത് നല്ലതാണ്. പക്ഷേ എങ്കിൽ ശരിക്കും പൊങ്ങാണ്ട് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് ഫുൾ താണു പോകും. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് എന്താണെന്ന് പറയേണ്ടത്, കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പാല് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ബാക്കി ഒരു ലൈന് ഒഴിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എസൻസ് ഒഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടത് ഞാൻ കാണിച്ചില്ല, വിട്ടുപോയതാണ്. പഞ്ചസാരയും ഇട്ട് പാലൊന്ന് തിളപ്പിക്കുക. കുറച്ച് കുറുകിയാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റായി. അപ്പോൾ ഞാനൊന്നൊരു ഈർക്കിളി എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. ഈർക്കിളിയോ ടൂത്ത്പിക്കോ എന്താണെന്ന് വെച്ചെടുക്കുക. അപ്പോൾ അത് ഈ ഭാഗമൊക്കെ ആയിരുന്നു. കണ്ടോ, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാറാണ്. അപ്പോൾ ആ ഭാഗത്ത് കുത്തി നോക്കിയാലും കണ്ട ഒരു പറ്റുണ്ട്. അപ്പോൾ ആ ഭാഗം ശരിക്കും ആയില്ല. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പാത്രം ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ അതേപോലെ തന്നെ വെക്കുക. അപ്പോഴേക്ക് പാല് തിളച്ച് റെഡിയായി. അപ്പം നമ്മളൊന്ന് അതൊന്ന് ഓഫ് ചെയ്ത് നോക്കുക. മധുരം നല്ലതായിരുന്നാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു കേക്ക് ആക്കുന്ന ക്രീം മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ കിട്ടും. 60 70 60 അങ്ങനെ എന്തോ റേറ്റ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പെങ്കിലും നമ്മൾ ക്രീം എടുത്തിട്ട് പുറത്ത് വെക്കണം. അതായത് അതുവരെ ഫ്രീസറിൽ വെക്കണം. ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ മുമ്പേ പിന്നെ പുറത്തെടുത്ത് വെച്ചാലും മതി. കാരണം അതിൻ്റെ അകത്ത് നല്ല കട്ടകളുണ്ടാവും, ഐസ് ക്യൂബ്സ്. അത് നമ്മളാക്കി കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഐസ് ക്യൂബ്സ് തണിയുക. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ പിന്നെ അത് വെള്ളമാവും. അപ്പോൾ അതിന് ആദ്യം ഒന്ന് നോർമലാക്കിയതിന് ശേഷം, നോർമലല്ല കുറച്ചൊന്ന് ആ കട്ടകളൊന്ന് അലിഞ്ഞതിന് ശേഷം വീറ്റ് ചെയ്യുന്നത് നല്ലത്. കണ്ടോ, നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഹൈ സ്പീഡിലിട്ടിട്ട്, സോറി ഒരു പെശകർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് വേണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ പരുവത്തിലാവണം. അതായത്
നമ്മൾ ക്രീം ബീറ്ററിന്ന് ഇളകി വീഴാത്ത ഇതിൽ, അതായത് പാത്രം നമ്മൾ ചെരിച്ച് പിടിച്ചാലും ക്രീം താഴെ പോവാത്ത രീതിയിൽ വേണം ഇതാക്കുക. അപ്പം ഞാൻ അതിൻ്റെ അകത്തും എസെൻസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ വേറെ കളറോ എസെൻസോ ഒന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ എസെൻസ് തന്നെ ഒഴിക്കുന്നുണ്ട്. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാക്കുന്നതായതുകൊണ്ട്. അപ്പം നമ്മളിനിയിപ്പോൾ ടേൺ ടേബിൾ എടുത്ത് അതിന് ശേഷം നമ്മൾ എന്താ പറയുക, കേക്കിൻ്റെ അടിയിലത്തെ സാധനം അത് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കേക്ക് വാങ്ങിച്ചാൽ നമ്മളത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാണ്, നമ്മളെ ആവശ്യത്തിനായതുകൊണ്ടാണ്. ഞാൻ പുറത്തായിരിക്കും ഉണ്ടാക്കി കൊടുക്കാറില്ല. കസിൻസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ടതേ ഉള്ളൂ. അപ്പം നമ്മളൊന്ന് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലിൽ, ആ പാല് ചൂട് തണിയാണ്. കേക്കും പാത്രത്തിലേക്ക് നേരത്തെ ആയിക്കഴിഞ്ഞത് വീഡിയോ ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ കേക്കും ആയിക്കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നല്ലോണം കൂളായതിന് ശേഷം മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാവൂ. അതിന് ശേഷം ഒന്ന് ക്രീം ബീറ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ പിന്നെ ക്രീം വെള്ളമായി പോകും. അപ്പോൾ എല്ലാം തണിഞ്ഞതിന് ശേഷം ഇതുപോലെ ആദ്യം ബേസിൽ ലേശം ക്രീം ഇട്ട് അതിൻ്റെ മുകളിൽ കേക്ക് 3 കട്ട് ചെയ്ത് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ഏറ്റവും അടിയിൽ വെക്കുക, കണ്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാലൊഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്തിട്ട് അതിന് ശേഷം ക്രീം വെച്ച് അതിന് ശേഷം അടുത്ത കേക്ക് സെക്കൻഡ് ലെയർ വെച്ച് അതിലും പാലൊഴിച്ചു സോക്ക് ചെയ്ത് അതിന് ശേഷം രണ്ടാമത്തെ ലെയർ ക്രീമും കൂടി ഇടുമെന്ന്. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കൊറോണ സമയത്ത് എല്ലാവരും യൂട്യൂബ് നോക്കി പഠിച്ച കാര്യമാണ് കേക്ക്. എല്ലാവരും സ്വയം തൊഴിലായിട്ട് കണ്ടെത്തിയ ഒരു സംഭവം കൂടിയാണ് കേക്ക്. മുക്കിലും മൂലക്കും കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരും സ്വന്തമായിട്ട് ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരും എല്ലായിരുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. കുറേയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എല്ലാം പഠിച്ചു, പിന്നെ കുറച്ചൊക്കെ എക്സ്പീരിയൻസും. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ഏറ്റവും അടിയിലത്തെ പാർട്ട് വെക്കുന്നതാണ് നല്ലത്. എന്നാൽ നമുക്കൊരു ഷേപ്പ് കിട്ടും. പിന്നെ ഞാനിന്ന് കട്ട് ചെയ്യുന്നത് സാധാരണ കട്ട് ചെയ്യുന്ന കത്തിയുണ്ട്, വലിയ നീളമുള്ള കത്തിയാണ്, അതിന്ന് കാണുവാനുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ചെറിയ കത്തിയോടെ കൊണ്ടാക്കി കട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ആ അലൂമിനിയം കോയിൽ ഞാൻ കറക്റ്റായിട്ട് വെക്കാത്തതുകൊണ്ട് ആ അരുവൊക്കെ കുറച്ച് ലെവലായിട്ടുള്ളത്. ഞാൻ പിന്നെ നമുക്ക് വീട്ടിൽ മക്കളെ പറ്റിക്കാനായതുകൊണ്ട് ഞാൻ പിന്നെ അധികം റിസ്ക് എടുത്തിട്ടില്ല. ഒന്നാമത് ലേറ്റ് ആയിരുന്നു, പെട്ടെന്ന് ആലോചിച്ചതാണ് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാക്കുന്ന കേട്ടോ. പെർഫെക്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല പെർഫെക്റ്റ് ആണ്. ടേസ്റ്റിയാണ്, ലുക്കില്ലാതെ ഉണ്ടാവും കാണാൻ. കാരണം ലുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് മെനക്കെടണം കേക്ക്. പിന്നെ ആദ്യത്തെ ആക്കൽ തന്നെ കേക്ക് അടിപൊളിയായി കിട്ടുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാവും. നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് അങ്ങനെയല്ല, ഒരിക്കൽ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അതിന് വൃത്തി ഉണ്ടാവണമെന്നില്ല. അതുപോലെ കേക്കുമെല്ലാം അങ്ങനെ തന്നെയാണ്. ഉണ്ടാക്കി നോക്കി ഒരുപാട് തവണ ഉണ്ടാക്കി നോക്കിയാൽ കേക്ക് ഒന്ന് ഫിനിഷായി കിട്ടും. അതായത് ഇതിൻ്റെ എന്താ പറയുക, കാണാനുള്ള രൂപം ഒന്ന് ഫിനിഷായി കിട്ടും. കണ്ടോ, എനിക്ക് അടിപൊളിയൊക്കെ കുഴപ്പങ്ങളുണ്ട്. കാരണം ഒന്നാമതേ ലേറ്റായിപ്പോയി ഉണ്ടാക്കാൻ. ഇതിപ്പോൾ 11:30-12 മണിയാകാനായി. അപ്പം ഞാൻ എൻ്റെ ക്ഷമയൊക്കെ നശിച്ചു തുടങ്ങി. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ആക്കി. അപ്പം ഒരു തരം കളർ ഉണ്ടായിരുന്നു എൻ്റെ അടുക്ക. അപ്പോൾ ആ കളറും കൂടെ ഒരു വൈറ്റിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഒരു വെറൈറ്റി പേർപ്പിൾ കളറിട്ട്. പക്ഷേ എങ്കിൽ പിന്നെയാണ് ആലോചിച്ചത് കളർ ഉണ്ട്, പൈപ്പിംഗ് ബാഗില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു പൈപ്പിംഗ് ബാഗ് മേടിച്ചിരുന്നു. പക്ഷേ അതിൽ അങ്ങനെ നോസിൽസ് കുറവായിരുന്നു. ആകെ 2-3 നോസിൽസേ ഉള്ളൂ. ആ നോസിൽ കൊണ്ട് തന്നെ ഉണ്ടാക്കണമല്ലോ, ഗതികേട് കൊണ്ട് പിന്നെ ഉള്ള നോസിലൊക്കെ ഉണ്ടാക്കി. ഇവിടെയൊക്കെ നല്ല ഫ്ലവറുള്ള നോസിലുണ്ടായിരുന്നു, പക്ഷേ അതിന് പൈപ്പിംഗ് ബാഗ് ഇല്ല. അപ്പോൾ ആ പൈപ്പിംഗ് ബാഗ് വാങ്ങിക്കാൻ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് അവിടെ എത്തിയാലും ക്രീം കണ്ടാലും വാങ്ങിക്കാൻ തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയ ഒരു പിന്നെ മക്കളെ കണ്ണു വെട്ടിക്കാനല്ലേ എന്നുള്ളൊരു ആവേശത്തിൽ. കാരണം വേറെ ചിലവൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് പഞ്ചസാര വീട്ടിൽ നിന്ന് തന്നെ എടുത്ത്, മൈദ ഉണ്ടായിരുന്നു അതും വാങ്ങി, 4 മുട്ടയും പിന്നെ ക്രീം വേറെ ഒന്നും ഞാൻ വാങ്ങിയില്ല. ഞാൻ വെറുതെ കേക്ക് മുറിക്കണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു 2024 കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു. ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതാനുള്ള ഗ്യാപ്പും ഇല്ലായിരുന്നു, പൈപ്പിംഗ് ബാഗും ഇല്ലായിരുന്നു. പിന്നെ പാലിൻ്റെ കവറിലൊക്കെ നമുക്ക് പൈപ്പിംഗ് ബാഗായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പാലിൻ്റെ കവറൊന്നും എടുത്ത് വെച്ചതുമില്ല. അപ്പം ഞാൻ പിന്നെ വെച്ച് മതി, നമ്മൾ തന്നെ ആകല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കൂട്ടി ഒരു കേക്കാക്കി. അപ്പം നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല. ബിഗ്നേഴ്സിന് തട്ടിക്കൂട്ടി ഒരു കേക്കാക്കാം. ഇതാണ് ഫൈനൽ രൂപം. അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ
അന്ന് 31-ാം തീയതി രാത്രി എൻ്റെ മോൻ അന്നേ കേക്ക് ആക്കുമ്പേ മുറിക്കാൻ വേണ്ടി ഭയങ്കര തിരക്കൂട്ടുന്നതിന്. പിറ്റേന്ന് വരെ എങ്ങനെയാ എത്തിയത് നിന്ന് ദൈവത്തിനും നമുക്കും അറിയൂ. ആ കേക്ക് ബാക്കിയായത് ഫ്രിഡ്ജിൽ തുറന്നു നോക്കി തോണ്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് മുറിക്കാൻ പോക്കാണ്. അപ്പോൾ 2 മക്കളും കൂടിയാണ് കേക്ക് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊക്കെ മുറിക്കണം എന്നുള്ള ആഗ്രഹമെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ ചേട്ടൻ വിട്ടില്ല. അപ്പോൾ പിന്നെ പറഞ്ഞു വേണ്ട ചേട്ടൻ മുറിച്ചോട്ടെ, എനിക്ക് മുറിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ മുറിച്ചു. വേണ്ട അവന് വേണ്ട, നല്ല കുട്ടിയായി, ആര് മുറിച്ചാലും തിന്നാൽ പോരേ എന്നുള്ളൊരു മൈൻഡിലായി കക്ഷി. അപ്പോൾ അതാ ചേട്ടൻ കേക്കെല്ലാം മുറിച്ചു. അപ്പോൾ ആ മമ്മയും വന്നു. അച്ചാച്ചൻ പിന്നെ മധുരം കഴിക്കാറില്ല, ഷുഗറുണ്ട്. അപ്പോൾ അച്ചാച്ചൻ വേഗം കടന്നു. അപ്പോൾ അച്ചാച്ചന് പിന്നെ ന്യൂ ഇയർ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു, ചിക്കനൊക്കെ. അപ്പോൾ അതെല്ലാം കഴിച്ച് അച്ചാച്ചൻ വേഗം കടന്നു. അപ്പോൾ കേക്ക് എടുത്തിട്ട് ചേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞതാണ്. ചേട്ടൻ്റെ വായിൽ വെക്കുന്നതിനോട് കോണൊന്ന് ടേസ്റ്റ് നോക്കി. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ പിന്നെ വെടിക്കെട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കിടന്ന് കഴിഞ്ഞാലാണ് വെടിക്കെട്ട്. പിന്നെ ഒറ്റയ്ക്ക് എനിക്ക് പുറത്ത് പോകാൻ ഒരു പേടി. അതുകൊണ്ട് ഞാൻ ജനലിലൂട്ട കണ്ട് പിന്നെ അന്ന് ഉറങ്ങി. ഇതാണ് എൻ്റെ ന്യൂ ഇയർ.